നമസ്കാരം ഗുരുജി. ഗ്രൂപ്പിലുള്ള എൻ്റെ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. എൻ്റെ പേര് അജിത് കുമാർ, വടകരയാണ് സ്വദേശം. ഞാൻ ഗുരുജിയുടെ ഓൺലൈൻ ക്ലാസ്സിൽ ഏകദേശം ക്ലാസ്സിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. സർട്ടിഫിക്കറ്റ് കോഴ്സിന് എല്ലാ ക്ലാസ്സുകളിലും. പക്ഷെ ഇന്നേവരെ ഞാനൊരു പോസ്റ്ററോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്തായാലും ആശ്രമത്തിലൊന്ന് പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഗുരുജിയെ നേരിട്ട് കണ്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് ഈ പോസ്റ്റോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇടാം. അപ്പോൾ കാണാനുള്ളൊരു ത്വര ഉള്ളിലിങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ ആശ്രമത്തിലേക്ക് പോയി. ഞാൻ ഗുരുജിയെ വിളിച്ചു പറഞ്ഞ് ആശ്രമത്തിലേക്ക് പോയി. അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് ശരിക്ക് അതിൻ്റെ ഒരു ഭാഗ്യം എന്ന് തന്നെ പറയാം. ശരിക്ക് എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഓൺലൈനിൽ കേൾക്കുന്നതും കാണുന്നതും ഒന്നുമല്ല ക്ലാസ് എന്നെനിക്ക് അവിടെ എത്തിയപ്പോഴാണ് കറക്റ്റായിട്ട് മനസ്സിലായത്. ശരിക്കും എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സ്വർഗതുല്യമായ സ്ഥലത്തും ഒരു ഗുരുവര്യൻ എന്നുള്ള നമ്മുടെ സങ്കല്പം എന്തെന്നാന്നുള്ളതിന് ശരിക്ക് നമുക്ക് ഗുരുജിയുടെ അടുത്ത് നിന്ന് കറക്റ്റായിട്ട് അത് ആശ്രമത്തിൽ തന്നെ നിങ്ങളെല്ലാവരും ആശ്രമത്തിൽ തന്നെ എത്തിപ്പെടണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് നമുക്കൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും അവിടുന്ന് നമുക്ക് എന്തൊക്കെ കിട്ടാനുണ്ട് എന്നുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും അവിടുന്ന് നമുക്ക് കിട്ടും. നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തും, നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ എന്താണ് നമുക്ക് അവിടുന്ന് നമുക്ക് കിട്ടാനുള്ളതെല്ലാം ഓട്ടോമാറ്റിക്കലി ഗുരുജി നമുക്ക് തന്നെ തന്നിരിക്കും. ആ രീതിയിൽ തന്നെ നമ്മളൊന്നും പറയാതെ തന്നെ നമ്മുടെ കാര്യങ്ങളും നമ്മുടെ ഉള്ളിലുള്ള വിഷമങ്ങളും എല്ലാം അവിടെ ഇറക്കി വെച്ചിട്ടേ നമുക്ക് വരാൻ പറ്റും. അത് ഞാൻ ഒറ്റ ദിവസം എനിക്ക് സമയം ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു ദിവസം ഇന്നലെ അവിടെ നിന്നു, രാവിലെ പോയി അവിടെ നിന്നു. അതിന് പിറ്റേന്ന് രാവിലെ ഞായറാഴ്ച രാവിലെ ഞാൻ ഒരു 11 മണിക്ക് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി. ആ ഒരു ദിവസത്തെ അനുഭവമാണ്. അതേ സ്ഥാനത്ത് നിന്ന് ആ ഒരു ദിവസം മതി. ആ ഒരു ദിവസത്തെ നമ്മുടെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ അത് എത്ര കാലം നമുക്ക് ആ ഒരു അനുഭവം വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് ജീവിക്കാം. അപ്പോൾ ഇനിയിപ്പം എന്തായാലും ഒരു ദിവസം പോയി കഴിഞ്ഞാൽ പിന്നെ ഇനി ഒരു കാര്യം ഉറപ്പാണ്, അതിനി നേരം കിട്ടുമ്പോഴും നേരം ഉണ്ടാക്കിയിട്ടും നമ്മൾ അവിടെ ചെല്ലും. അത് എത്ര ദൂരത്തായി കഴിഞ്ഞാലും എവിടെ ആയി കഴിഞ്ഞാലും. അപ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ടും നമുക്ക് ഗുരുജിയെ പൂജിക്കാൻ എന്നുള്ള രീതിയിലേക്ക് ആയി മാറും ആ സ്ഥലം ഒന്ന് സന്ദർശിച്ചു കഴിഞ്ഞാൽ. ശരിക്ക് എല്ലാവരും പറയണ പോലെ ആ സന്ദർശിച്ച ആൾക്കാരൊക്കെ പറയുന്ന സ്വർഗ്ഗതുല്യമാണ്, ഇത്രയും അത് തന്നെയാണ് ശരിക്ക് കറക്റ്റ്. അവർ പറയുമ്പോഴും ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഒരു സ്ഥലം ഉണ്ടാവുമോ, അങ്ങനെ ഒരു അനുഭവം ആയിരിക്കുമോ എന്ന്. അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് ആ കാഴ്ചപ്പാടും കാര്യങ്ങളൊക്കെ നമുക്ക് അനുഭവം വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാവും. അല്ലാതെ നമ്മൾ പറയാനുള്ള സമയത്ത് പല ആൾക്കാരും നമ്മളെ ഒരു കാഴ്ചപ്പാടിലാണ് നമ്മളത് ചിന്തിച്ചെടുക്കുക. അപ്പോൾ അതൊന്നുമല്ല. ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു മാറ്റം. അത് ഈ ഓൺലൈനിൽ കിട്ടുന്ന ക്ലാസ്സും ഗുരുജിയുടെ അടുത്ത് പോയിട്ടൊന്നും അത്ര അജഗജാന്തര വ്യത്യാസമാണ് ഈ രണ്ട് കാര്യത്തിനായിട്ട്. അപ്പോൾ അതവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആണ് നമുക്ക് ഈ ഓൺലൈൻ ക്ലാസ്സൊന്നുമല്ല, അവിടെ എത്തലാണ് പ്രധാനം. അതൊരു ഭാഗ്യം തന്നെയാണ്, ശരിക്കൊരു ഭാഗ്യം തന്നെയാണ് അതവിടെ എത്തുക എന്നുള്ളത്. അപ്പോൾ കഴിവിൻ്റെ പരമാവധി എല്ലാവരും ആ ആശ്രമത്തിലേക്ക് എത്താൻ വേണ്ടി പരിശ്രമിക്കുക. എത്ര ദൂരത്തായി കഴിഞ്ഞാൽ ഒരു തവണയെങ്കിലും അന്ന് വിസിറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് സമയം ഉണ്ടാക്കിയെടുക്കാം നമുക്ക്. അത് ഓട്ടോമാറ്റിക്കലി ഭഗവാന്റെ അനുഗ്രഹം, ഗുരുജിയുടെ അനുഗ്രഹത്താൽ നമുക്കവിടെ എത്തിപ്പെടാനുള്ള മനസ്സിന് നമ്മളെ സജ്ജാക്കി എടുക്കും. അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ ആരെയും തുണയോ കാര്യങ്ങളോ ഒന്നും വേണ്ട, നമ്മൾ ഓട്ടോമാറ്റിക്കലി അവിടെ പോയിക്കോളും. അപ്പോൾ എല്ലാവരും ഈ ഗ്രൂപ്പിലുള്ള എല്ലാ ആൾക്കാരും, പുതുതായിട്ട് തുടർന്ന ആൾക്കാരും, ഇനി പോവാത്ത ആൾക്കാരും എല്ലാം ഇനി അങ്ങനെ പോകണം. എന്തായാലും ആ സന്ദർശനമാണ് ഏറ്റവും ബെറ്റർ. ഏറ്റവും നമ്മുടെ മനസ്സിന് ഏറ്റവും ഗുണം ചെയ്യുന്ന സംഗതി ആ ആശ്രമം സന്ദർശിക്കലാണ്. അതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല. അവിടെ എത്തി ഗുരുജിയുടെ ഒരു ലൈവ് ഒന്ന് കണ്ട്, ഒന്ന് തൊട്ട്, ഒന്ന് വണങ്ങി, ആ ഒരു കാൽപാദം വണങ്ങി ആ ഒരു നിമിഷം അത് നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരു രീതിയിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരിക്കും. ആ ഒരു ദിവസം അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് നിൽക്കാൻ പറ്റുന്ന ആൾക്കാർ മഹാഭാഗ്യവന്മാർ. അത് ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, അതുപോലെ ഒരു ഭൂമിയിൽ എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു ഭാഗ്യം ഇനി വേറെ ആർക്കും ഇല്ല എന്നുള്ള. നമ്മളിപ്പോൾ ഈ ഗ്രൂപ്പിൽ ചേർന്ന ആൾക്കാരൊക്കെ ശരിക്കും മഹാഭാഗ്യവന്മാർ തന്നെയാണ്. ഗുരുജീൻ്റെ
തുണയും അനുഗ്രഹവും കിട്ടിയ ആൾക്കാർക്ക് എല്ലാം മഹാഭാഗ്യവന്മാർ തന്നെയാണ്. അതിനേക്കാളും മഹാഭാഗ്യമാണ് ഈ ആശ്രമം സന്ദർശിച്ച ആൾക്കാർക്ക്. അതൊരു അനുഭവം, ദിവ്യാനുഭവം എന്നൊക്കെ പറയണേ, അത് സംഭവം തന്നെയാണത്. അവിടെ നിന്ന് മെഡിറ്റേഷൻ്റെ കാര്യങ്ങൾ, എന്താണ് മെഡിറ്റേഷൻ, എന്താണ് ധ്യാനം, എന്താണ് ഇതിൻ്റെ ഭാഗം, ഇത് ഏത് രീതിയിൽ നമ്മൾ ലൈഫിൽ നമ്മളെ ഒരു ലൈഫിൻ്റെ ഒരു ഭാഗമാക്കി കൊണ്ടുപോകണം, ഒക്കെ ഒറ്റ ദിവസത്തിൽ ഗുരുജി എനിക്ക് പഠിപ്പിച്ചു തന്നു. ഒറ്റ ദിവസത്തിൽ എനിക്കത് പഠിച്ചു. അത് മനപ്പാടം. എനിക്ക് ചില കാര്യങ്ങളൊന്നും ഒരിക്കലും ചിലപ്പോൾ എനിക്ക് അങ്ങുള്ളിൽ ഇത് പറഞ്ഞ ഒരു കാര്യങ്ങളും ഒരു അക്ഷരം പോലും വിട്ടാവാതെ ഞാനത് വിഴുങ്ങുക ചെയ്തത്. ആ ഒരു രീതിയിൽ ഇനി ലൈഫിൽ ഇത് ഫോളോ അപ്പ് ചെയ്ത് ഗുരുജീനെയും ഗുരുസ്ഥാനിയാനായിട്ട് കണ്ടിട്ട് ദൈവത്തെ പോലെ ആ രീതിയിൽ തന്നെ കണ്ടിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതൊരു പ്രചോദനമാണ്. അതെല്ലാവരും അത് ആശ്രമം കാണാനും പോകാനും ഒരു തയ്യാറെടുപ്പ് നടത്തിയിട്ട് പോവാം. എന്തായാലും നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളൊരു ഒരു ബെനിഫിറ്റ് ഒന്നും വെറുതെ ആവില്ല, അതെന്തായാലും ഉണ്ടാവും. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. നിർത്തുന്നു. ഓക്കെ ഗുരുജി, നമസ്കാരം ഗുരുജി.